Hi guys, you are watching KP's Excel Tricks. It's me KP Rashik. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമുക്ക് എങ്ങനെ എക്സലിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു വർക്ക് ബുക്കിലെ രണ്ട് വർക്ക് ഷീറ്റുകൾ എങ്ങനെ കമ്പയർ ചെയ്യാം എന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ അത് നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് വർക്ക് ഷീറ്റുകളുണ്ട്. ഫെബ്രുവരി മന്തും ജനുവരി മന്ത് സെയിൽസും ഫെബ്രുവരി മന്ത് സെയിൽസിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അവരുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസാണ് ഇവിടെ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ പാൻസ്, ചുരിദാർ, സോക്സ്, അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അപ്പുറത്തുള്ളത് അവരുടെ ഒരു ദിവസത്തെ സെയിൽസാണ്. 307 രൂപയ്ക്ക് വിറ്റും 328 രൂപയ്ക്ക് വിറ്റും. അതുപോലെയാണ് ഫെബ്രുവരി മന്ത് വർക്ക് ഷീറ്റിലും നമുക്ക് ഉള്ളത്. സോ നമുക്ക് ഈ രണ്ട് മന്തിലെയും ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് എവിടെയാണോ ഏത് വർക്ക് ഷീറ്റിലാണോ നമുക്ക് ഡിഫറൻസ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ ഞാൻ സിലക്ട് ചെയ്യുന്നു. സോ ഞാൻ ഈ ഒരു മുഴുവനായിട്ടുള്ള ഡാറ്റ സിലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷനിൽ ന്യൂ റൂൾ എന്നത് സിലക്ട് ചെയ്തു. അതിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടാബിൽ ഞാൻ ഇവിടെ ഒരു ഫോർമുല അടിക്കുന്നു. ഈക്വൽ ടു നമുക്ക് വേണ്ടത് മുഴുവനായിട്ട് മാച്ച് ചെയ്യണം. അഥവാ എക്സാമ്പിൾ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യണം. ഒരു കളർ ഉപയോഗിച്ച് ഞാനത് ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ ഡാറ്റ സെലക്ട് ചെയ്തു. ഫസ്റ്റ് A1 എന്നുള്ള കോളം സെലക്ട് ചെയ്തു. നമുക്കത് റിലേറ്റീവ് റെഫറൻസ് ആക്കണം. ഇതിപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസ് ആണ്, അഥവാ ലോക്ക് ഒഴിവാക്കണം. ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് 3 തവണ F4 ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ $സൈൻ പോയി കിട്ടി മുന്നേ. ഓക്കെ, എന്നിട്ട് നോട്ട് ഈക്വൽ ടു കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ വർക്ക് ഷീറ്റിൽ അഥവാ ഫെബ്രുവരി മന്ത് വർക്ക് ഷീറ്റിലെ സ്റ്റോക്ക് ലിസ്റ്റ് A1 സെലക്ട് ചെയ്തു. അതിൻ്റെയും ലോക്ക് ഞാൻ ഒഴിവാക്കുന്നു, അഥവാ $സൈൻ ഒഴിവാക്കിയിട്ട് റിലേറ്റീവ് റെഫറൻസ് ആക്കുന്നു. ഇതിപ്പോൾ ഉള്ളത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ്. അബ്സല്യൂട്ട് റെഫറൻസ് ആക്കിയാൽ നമുക്ക് ഡാറ്റ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. സോ ഞാനത് അബ്സല്യൂട്ട് റെഫറൻസിൽ നിന്ന് റിലേറ്റീവ് റെഫറൻസ് ആക്കി മാറ്റി. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഫോർമാറ്റ് എന്ന താഴെ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ഫിൽ എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു കളർ സെലക്ട് ചെയ്തു. ഞാനിവിടെ യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കളറുകൾ വന്നിട്ടുണ്ട്, യെല്ലോ കളർ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നത് എന്ന് വെച്ചാൽ ഈ ജനുവരി മന്തും ഫെബ്രുവരി മന്തും കമ്പയർ ചെയ്തപ്പം ഫെബ്രുവരി മന്തും ജനുവരി മന്തും തമ്മിൽ ഡിഫറൻസ്, അഥവാ സോക്സ്, ജാക്കറ്റ്, ടവൽ എന്ന പ്രോഡക്റ്റിൽ മാത്രമാണ് ഡിഫറൻസ് വന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇതാണ് ആ ഡിഫറൻസ് ആണ് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. സോ ഇങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് രണ്ട് വർക്ക് ഷീറ്റുകൾ, ഒരേ വർക്ക് ബുക്കിലുള്ള രണ്ട് വർക്ക് ഷീറ്റുകൾ കമ്പയർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ ഒരുപാട് ട്രിക്സുകൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും അതുപോലെ തന്നെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ KP Rashik.